ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റ് ചെയർ കെൻസ റഷീദ്, പ്രിയ ജഡ്ജസ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 54-ാം സൂറയായ സൂറ അൽ ഖമറിലെ 4 സൂക്തങ്ങളിലായി ആവർത്തിച്ചു വന്ന വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന ആയത്തിനെ തദബ്ബുർ ചെയ്ത് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യമഹാസത്യത്തിന് മാർഗദർശനമായിക്കൊണ്ട് സൃഷ്ടാവായ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ ലോകഗതി തന്നെ തിരുത്തിക്കുറിച്ച വേദഗ്രന്ഥമത്രേ. നക്ഷത്രഗോളങ്ങൾ മുതൽ പരമാണുക്കൾ വരെയുള്ള അചേതന വസ്തുക്കളെയും സസ്യജന്തുജാലങ്ങളെയും സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെ മുഴുവനും കണിശമായ നിയമവ്യവസ്ഥയാൽ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ള മഹൽ വൃത്താന്തമത്രേ ഈ വിശുദ്ധ ഖുർആൻ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ ഇത്. ഈ ഖുർആനിക വചനങ്ങൾ മനുഷ്യരാശിക്കൊരു വഴികാട്ടിയാണ്. തമോമയമായ പരിതസ്ഥിതിയിൽ പ്രകാശമാണത്. രോഗാതുരമായ ഹൃദയങ്ങൾക്ക് രോഗശമനവും സത്യാസത്യ വിവേചനവും പരമമായ സത്യവുമാണത്. അള്ളാഹുവുമായി ഒരു വിശ്വാസിയെ ബന്ധിപ്പിക്കുന്ന ശക്തമായ പാശവുമാണത്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രതിപാദിച്ചതുപോലെ ഈ വിശുദ്ധ ഖുർആൻ മനുഷ്യന് ചൊവ്വായ പാത നിർണയിച്ചു കൊടുക്കുന്നതും യുക്തിപത്രമായ വേദവചനങ്ങളുമാണത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആണെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ പറയുമ്പോഴും വിശ്വാസികളും അല്ലാത്തവരുമായി ലക്ഷക്കണക്കിന് മനുഷ്യർ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാത്തവരും പഠിക്കാത്തവരും വായിക്കാത്തവരുമായി നമുക്കിടയിലുണ്ടെന്നുള്ളത് ഒരു ദുഃഖസത്യമത്രേ. പൂർവ്വ സമുദായങ്ങളുടെ ഉത്ഥാന പതനങ്ങളുടെ ചരിത്രം പരാമർശിച്ചുകൊണ്ട് വിശ്വപ്രസിദ്ധ ദാർശനിക കവി അല്ലാമ ഇഖ്ബാൽ തൻ്റെ ജവാബെ ഷെഖ്വയിൽ പരാമർശിക്കുകയുണ്ടായി. വോ ജമാനെ മേ മുഅസ്സസത്തെ മുസൽമാൻ ഹോക്കർ ഓർ തും ഹാർ ഹുയേ താരിഖെ ഖുർആൻ ഹോക്കർ. പൂർവ്വ സമുദായങ്ങൾ പ്രതാപികളായിത്തീർന്നത് ഖുർആൻ മുഖേനയായിരുന്നു. അതേസമയം ഈ ആധുനിക മുസ്ലിം സമൂഹം വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കുന്നവരായി മാറിയിരിക്കുന്നു. സൂറത്തുൽ ഖമറിൽ ആവർത്തിച്ചു വന്ന വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന സൂക്തം സവിശേഷമായ വാക്യഘടനയോട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. വലഖദ് എന്ന പദത്തിലെ വാവ് കസമിൻ്റെ സത്യം ചെയ്തു പറയുന്നതിനെയും ലാമ് കസമിൻ്റെ ജവാബിൻ്റെ ഭാഗവും ഖദ് എന്ന അവ്യമാകട്ടെ പറയുന്ന കാര്യം ഉറപ്പിച്ച് അഥവാ പെർഫെക്റ്റായി പറയുന്നതിനും ഉപയോഗിക്കുന്നതാണ്. ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യർക്ക് വിശുദ്ധ ഖുർആനിനെ നാം മനുഷ്യർക്ക് എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു എന്നതാണ്. വായിക്കാനും പഠിക്കാനും അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും വളരെ എളുപ്പമാണ് എന്ന് സാരം. അറബി ഭാഷ അറിയാത്തവരും അറബി സംസാരിക്കാത്തവരും വലിയവരും ചെറിയവരും കുട്ടികളും എന്ന് വേണ്ട ലക്ഷക്കണക്കിന് ആളുകൾ ഈ വിശുദ്ധ ഖുർആനെ മനഃപ്പാഠമാക്കുന്നത് നാം കാണുന്നു. ലോകത്ത് ഇത്രയധികം മനഃപ്പാഠമാക്കുന്ന മറ്റൊരു വേദഗ്രന്ഥവും ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ സൂക്തത്തിൻ്റെ അവസാനം
വലഖദ് യസ്സർനൽ ഖുർആന ഫഹൽ മിൻ മുദ്ദക്കിർ. ആലോചിച്ച് മനസ്സിലാക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന അള്ളാഹുവിൻ്റെ ആ ചോദ്യം മനുഷ്യരാശിയോടാണ് ചോദിക്കുന്നത്. ഇതിൽ മുദ്ദക്കിർ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം മുദ്ദക്കിർ എന്ന് ഉപയോഗിച്ചത് ഖുർആൻ വീണ്ടും വീണ്ടും പാരായണം ചെയ്യുവാനും മറന്നത് ഓർത്തെടുത്ത് ഉറ്റാലോചിക്കുക എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇവിടെ ഈ സൂറയിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ആദ് സമൂദ് ലൂത്ത് അലൈഹിസ്സലാമെ എന്നീ ഗോത്രങ്ങളുടെയും എന്നീ ചരിത്ര കഥകൾ പറഞ്ഞതിനു ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം ചോദിക്കുന്നത്. ഇത്തരം പൂർവ്വ സമുദായങ്ങളുടെ ചരിത്രം നാം പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണം എന്ന് ഉപദേശിക്കുകയാണ്. നമ്മളെ ഏവരെയും അള്ളാഹു നേർമാർഗത്തിലാക്കുകയും വിശുദ്ധ ഖുർആനെ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.